ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഒരുപാട് നാളായി ഹോൺ വോയിസിൽ വീഡിയോ ഇട്ടിട്ട്. ഹോൺ വോയിസിൽ ആക്ച്വലി ഇടാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര പാറമ ചിരട്ടിയ അതേ സൗണ്ട് എന്ന് പറഞ്ഞാൽ വരേൻ്റെ സൗണ്ട് ഒരു രസമല്ല കേൾക്കാനാണ്. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തപ്പോൾ പാട്ടിലങ്ങോട്ട് കുറച്ച് വീഡിയോസ് ഇട്ടു കുറച്ച് കാലം. ഇപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മോളുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓൾക്ക് ആക്ച്വലി ഇന്ന് 17ാമത്തെ വയസ്സാണ്. അപ്പോൾ ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് വാങ്ങി ഗൈസ്. ഞങ്ങൾ മുറിക്കാൻ വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മോളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഓൾ സർപ്രൈസ് ആവുമോ നോക്കുക. ഇതെത്തിയിട്ടും ആള് നോക്കണില്ല കേട്ടോ. ആള് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാല്ലാതെ ഇതിക്ക് നോക്കണില്ല. ഞങ്ങൾ കുറേ കിടന്നിട്ട് മോളോ എന്ന് വിളിച്ചു. ആളെവിടെ നോക്കാൻ. അങ്ങനെ ഒരു കേക്ക് കിട്ടും തന്നെ. എല്ലാ ബർത്ത്ഡേയും പോലെ ഈ ബർത്ത്ഡേയും പോകുന്ന കാര്യം ആൾ കരുതിയിട്ടുണ്ടാകും. ഏതായാലും കുറേ അവിടെ നിന്ന് ഞങ്ങൾ മോള് വിളിച്ചു. അവസാനം ഇത് കണ്ടപ്പോൾ ഓളാകെ കരഞ്ഞു ഗൈസ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി, നെർവസായി. ഏതായാലും നല്ല ഡ്രസ്സൊക്കെ മാറ്റി വരാൻ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ വട്ടം കൂടിയിരിക്കുന്നു. ഇപ്പം മുറിക്കും വിചാരിച്ചിട്ട്. ഏതായാലും പ്രതീക്ഷിക്കാതെ ഓളെ അമ്മച്ചിൻ്റെ വക ഗിഫ്റ്റ്, അനിയൻ്റെ വക ഗിഫ്റ്റ്. ഏതായാലും ഈ ബർത്ത്ഡേ ഓള് കൊണ്ടുപോയി. അങ്ങനെ അവസാനം ഓല് എല്ലാവരും പാടെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡ് കട്ടിങ് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ കശപ്പിശയായിരിക്കും. അതിൻ്റെ വീഡിയോ പിറകിൽ കാണാം. ഏതായാലും ഒക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. ശേഷം ഞങ്ങൾ കേക്കിന് അറഞ്ചും പുറഞ്ചും വെട്ടി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പാത്രം കാലിയാക്കി. ആ സീനാണ് ഈ കാണുന്നത്. ഏതായാലും കേക്ക് കട്ടിന് ശേഷം എന്താണ് ഗിഫ്റ്റ് കിട്ടിയതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് എന്താ നോക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഇനി എടുത്ത് കേട്ടോ. ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ പൊളിച്ച്. ഗിഫ്റ്റ് പൊളിക്കുമ്പോൾ ആകെ പെട്ടിയാണ്. പെട്ടിൻ്റെ ഉള്ളിൽ പെട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ വേറൊരു പെട്ടി, അങ്ങനെയാണ്. ഏതായാലും ഗിഫ്റ്റൊക്കെ പൊളിച്ച് നല്ല അടിപൊളി. പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക, ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ അത്. ഏതായാലും പിന്നെ കാക്കാൻ്റെ വക, അനിയൻകുട്ടൻ്റെ വക ഒരു ഡയറി മിൽക്കല്ല